ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വെൽക്കൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ തുടങ്ങുന്ന മക്കളെന്നും പറയാം, അമ്മ ഇന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ വേണം. അന്നേരം ഇന്ന് തൊട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ, ഒന്ന് മാറ്റി പിടിച്ചൊക്കെ. അന്നേരം ഇന്ന് നമുക്ക് ലേശം ഒരു ചക്ക ഇട്ട് കേട്ടോ, നോക്കുമ്പോൾ അത്ര നന്നില്ല ചക്ക. അന്നേരം അതിൻ്റെ അകത്ത് ലേശം ചുളകൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ചക്ക കുറച്ച് ചീഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടായി ഒരു വശം. അന്നേരം ലേശം എടുത്തു. കണ്ടപ്പോൾ പഴുത്ത ചക്ക കളയാൻ തോന്നിയില്ല. ലേശം എടുത്തപ്പോൾ അമൃതം പൊടി ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പൂന് കുറേ അമൃതം പൊടി മേടിക്കലില്ല. മേടിച്ചപ്പോൾ ഉള്ള 2 പാക്കറ്റ് ബാലൻസ് ഉണ്ടായിട്ടോ. അന്നേരം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് നമ്മളെ ചക്കനെ നന്നായിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. ഇത് പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയാണെങ്കിൽ ഇങ്ങനെ മിക്സിയിലൊന്നും അടിയില്ല, കൈ കൊണ്ട് തന്നെ ഞരടിയിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കും. എനിക്ക് അങ്ങനെ എടുക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിക്കും. പിന്നെ ഒരു അരമുറി തേങ്ങ, 3 ഏലക്കായ് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ലേശം ഉപ്പും കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമ്മളെ ചക്കേൻ്റെ നീര് തന്നെ കുഴഞ്ഞു കിട്ടും. അമൃതം പൊടിയാണെങ്കിൽ മധുരവും വേണ്ട കേട്ടോ. അന്നേരം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ട് നമ്മളെ ആ ജലാംശത്തിനനുസരിച്ച് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഇതാവുമല്ലോ, അതുവരെ കുഴച്ചെടുത്താൽ ആ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ. എന്നിട്ട് നമ്മളെ കറുപ്പേൻ്റെ ഇലയില്ലേ, നമ്മളെ ഗ്രാമ്പു പട്ട അതിൻ്റെ ഇലയില്ലേ, അന്നേരം അതിൻ്റെ ഇല നന്നായിട്ട് നമ്മൾ ഇവിടെ ഓലയില്ല, ഈർക്കിളി എടുക്കാൻ ഓലയില്ല, അതിന് ഓടേൻ്റെ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് കുമ്പിൾ കുത്തിയതാണ് കേട്ടോ. അതെടുത്ത് കുമ്പിൾ കുത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ മണവും ഇതിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അപ്പാര ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ അമൃതം പൊടിയും കൂടി ആകുമ്പോൾ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും കേട്ടോ. സാധാരണ അരിപ്പൊടിയോ ആട്ടപ്പൊടി ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യും, പക്ഷേ അമൃതം പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് കൊടുക്കാൻ ഹെൽത്തിയാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പിള്ളേർ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവിയേറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ വേഗം തീരും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ചെറുതും ഇവർ കഴിക്കുന്ന കാണുമ്പോൾ അവളങ്ങനെ കഴിച്ചോളും. അന്നേരം ഇങ്ങനെ ആവി കയറ്റി കഴിയുമ്പോൾ വേറെ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പണ്ടൊക്കെ അരിപ്പൊടി ആട്ടപ്പൊടിയിലൊക്കെയാണ് ഉണ്ടാക്കുക. അമൃതം പൊടിയിൽ ഉണ്ടാക്കൽ ഞാനിപ്പോൾ കുഞ്ഞാപ്പൂന് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം കേട്ടോ അമൃതം പൊടിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ അമൃതം പൊടി ഇവിടെ ബാലൻസ് വരലില്ല കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കും ഞാൻ. എൻ്റെ കെട്ടിയവനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഇഷ്ടം. രാവിലെ നമ്മൾ എണീച്ചിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇതൊരെണ്ണം തിന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പണികളെല്ലാം തീർന്ന് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പണികളൊക്കെ തീർന്നിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിശപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അരി ഇത് കുറച്ചവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇന്നും ഞങ്ങൾക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞങ്ങൾ ഇന്നും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. രാത്രി തന്നെ പകുതി തിന്നു, പിന്നെ രാവിലേക്ക് ലേശമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അത് രാവിലെയും കഴിച്ചു. പിന്നെ മക്കൾ കഴിച്ച് അങ്ങനെയായിട്ട് അത് തീർന്നു. പിന്നെ ഇന്ന് രാവിലത്തെ കറി എന്ന് പറഞ്ഞാൽ മത്തൻ താളിപ്പാണ് കേട്ടോ. ഇന്നലെ ഞാൻ ടൗണിൽ പോയപ്പോൾ ഒരു മത്തം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതുകൊണ്ട് കേട്ടോ വീഡിയോ ഇടാത്ത. ഇന്നലെ എനിക്ക് ടൗണിലും ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം വരുമ്പോൾ ഞാൻ ഒരു മത്തം വാങ്ങിയിട്ട് വന്നു. ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ മത്തം താളിച്ചത്. ഇത് ചള്ള് മത്തനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചള്ള് എന്ന് പറഞ്ഞാൽ അത്ര ചള്ളല്ല, അത്ര മൂത്തതല്ലൊരു മീഡിയം സൈസ്. അതിനെ കുക്കറിലിട്ടിട്ട് പച്ചമുളകും ഒരു സവാളയും മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കും കേട്ടോ. വേവിച്ചെടുത്തിട്ട് നന്നായി ഉടച്ചതിന് ശേഷം നമ്മളെ സാധാ കറിക്ക് താളിക്കും പോലെ താളിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. പണ്ടുള്ളവരാണെങ്കിൽ അരി വറുത്തിടും കേട്ടോ. നമ്മൾ പുഴുങ്ങലരിയില്ലേ, ചോറ് വെക്കുന്ന അരി, കടുകിന് പകരം അത് പൊട്ടിച്ചിട്ട് കരിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് വറുത്തെടുക്കും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുക. ഞാൻ അരിമണി ഇട്ടില്ല, കടുകാണ് കേട്ടോ താളിച്ചത്. അതങ്ങനെ താളിച്ചങ്ങോട്ട് എടുക്കുക. ഇന്നിപ്പോൾ ദോശയാണ് കേട്ടോ, നീർദോശയാണ് ഒഴിക്കുന്നത്. ഷാണ് രാവിലെ ഫുഡ് കൊണ്ടുപോകണം. അന്നേരം നീർദോശയാണ് കേട്ടോ ഒഴിച്ചത്. അന്നേരം വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിഞ്ഞ് പോയോലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ദോശയൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുഞ്ഞാപ്പൂ അടിയിൽ കൂടെ വന്നിട്ട് ഒറ്റ തട്ടോ. അവൾ റിവേഴ്സിൽ വന്നതാണ്. ദോശമാവ് മുഴുവൻ താഴെ പോയി. ഇത് വെള്ളം പോലത്തെ മാവല്ലേ, അതിലങ്ങ് താഴെ പോയിട്ടോ. കുറച്ച് കാലത്തിന് താഴെ പോയി. അന്നേരം ഷാണ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഷാണ് നീർദോശയാണ് ഇഷ്ടം. അന്നേരം അതാണ് കൊണ്ടുപോയത്. മത്തൻ കറിയും നീർദോശയും നല്ല കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നീർദോശ കഴിക്കലില്ല, അങ്ങനെ എനിക്കിഷ്ടമില്ല കേട്ടോ. മൂപ്പർക്ക് കൊണ്ടുപോകണമല്ലോ, അതാണല്ലോ ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് 10 മണിക്ക് കടി വേണമല്ലോ വെച്ചാൽ ഉണ്ടാക്കിയാണ് കേട്ടോ. എൻ്റെ മക്കളും കെട്ടിയവനൊക്കെ അതാണ് കഴിച്ചത്. അവർ കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും അറിയില്ല, ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് എൻ്റെ ഫേവറേറ്റ് കറികളാണ് മത്തൻ താളിപ്പും ഒരു കൂട്ടുകറി പോലെ വെക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ പച്ചക്കായൊന്നുമില്ല, നമ്മളെ വിഷുവിന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഒരു കഷ്ണം ചേന ഇരിപ്പുണ്ട്. അന്നേരം ആ ചേനയും കടലയും കൂടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിലേക്ക് അരപ്പ് നമ്മൾ വിഷുവിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പീസൊക്കെ. അന്നേരം അതിൽ ഞാൻ തേങ്ങ ചിരകിയിട്ടാണ് വറുത്തിട്ടത്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തേങ്ങ കൊത്താണ് വറുത്തിടുന്നത്, അത്രമാത്രം വ്യത്യാസമുള്ള കേട്ടോ.
അന്നേരം നമ്മൾ കടലയൊക്കെ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അന്നേരം അരപ്പിന് വേണ്ടിയിട്ട് ഞാനിത് തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചേനയും കടലയും കൂടെ വേവിച്ച്, കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. ചേനയും കടലയും വേവിക്കുമ്പോൾ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം മുളക് നോക്കിയിട്ടായിട്ടോ. വെളിച്ചെണ്ണ കുപ്പീൻ്റെ ഓട്ട പതുക്കനെയാണ് കേട്ടോ വരുന്നുള്ളൂ. എൻ്റെ മോള് ഓട്ട കുത്തിയിട്ട് ചെറിയ ഓട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ കുപ്പിക്ക്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വരുള്ളൂ കേട്ടോ. ചട്ടി ചൂടായി നന്നായി ചൂടായി കരിഞ്ഞ് വന്നാലും വെളിച്ചെണ്ണ ആവശ്യത്തിന് എത്തൂല. അതൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇത് നമ്മളെ കടലയൊക്കെ വേവിച്ച് വെച്ച ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ പാത്രത്തിന് അരപ്പിട്ട് ആവിയൊക്കെ കയറ്റിയതിന് ശേഷം കടുക് പൊട്ടിക്കലാണ് കേട്ടോ. ഇന്ന് കുറച്ചല്ലേ ഉള്ളൂ, അന്നേരം ചീഞ്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുക്കർ അങ്ങോട്ട് കഴുകിയും കൂടെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ പാത്രം കഴുകലും ഒരു കാര്യം ചെയ്തിട്ടില്ല. രാവിലത്തെ ചോറും കറിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് രാവിലത്തെ അടുക്കള പണികൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ കേട്ടോ. പുറം പണികളൊന്നും എടുത്തിട്ടില്ല. എനിക്കിന്ന് രാവിലെ കറികളൊക്കെ ആയപ്പോൾ ചോറ് തിന്നാൽ മതി എന്നൊരു തോന്നൽ. ഞാൻ അങ്ങോട്ട് ചോറും തിന്നു. എല്ലാ കറികളും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു. മത്തൻ താളിച്ചതും കൂട്ടുകറിയും ഡ്യൂപ്ലിക്കേറ്റ് കൂട്ടുകറിയും കൂടി ആയപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.